എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല, പകരം നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഡെയിലി ഉപയോഗിച്ച് വരുന്ന നിലവിളക്ക്, അതുപോലെ തന്നെ പൂജാപാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. പിന്നെ ഈ ഒരു ഓട്ടുപാത്രങ്ങളും പൂജാപാത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണെന്നൊരിക്കൽ അതും ഇങ്ങനെ ഒരുപാട് പൊടിയും അഴുക്കും ഒക്കെ പിടിച്ച് ക്ലാവൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് എങ്ങനെ ഉരച്ച് കഴുകാതെ കണ്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ള ടിപ്സും ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെന്നൊരിക്കൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നിലവിളക്കും അതുപോലെ തന്നെ കുറച്ച് പൂജാപാത്രങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു നിലവിളക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാതായിട്ട് ഏകദേശം ഒരു 7-10 ദിവസമായിട്ടുണ്ട്. കാരണം ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ക്ലീൻ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, അതിൽ അത്യാവശ്യം എണ്ണമെഴുക്കും അതുപോലെ തന്നെ നമ്മൾ തിരിയിട്ട ആ ഒരു പാട്, അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ക്ലാവൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു എണ്ണമെഴുക്കെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. നേരത്തെ ഉണ്ടായിരുന്ന തിരിയൊക്കെ ഉണ്ടെന്ന് വരില്ല, അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു എണ്ണമെഴുക്കൊക്കെ ഇങ്ങനെ മാറ്റുവാണെന്ന് വരില്ല, നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിരിക്കും. ഒരുപാട് അങ്ങനെ ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സാധാ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെറുതെ കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കൂട്ട് എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയാം. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ പാത്രങ്ങളെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീൽ സ്ക്രബ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒരുപാട് അങ്ങനെ തേച്ചൊരച്ച് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ തേക്കുന്ന ആ ഒരു രീതിയിൽ തേച്ച് കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ വന്നിട്ട് നമുക്ക് ഡെയിലി ഉള്ള നിലവിളക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെന്നൊരിക്കലും നമ്മൾ ഈ ഒരു സ്ക്രബ്ബറിൻ്റെ ആവശ്യമില്ല, ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് വെറുതെ കൈ വെച്ചിട്ട് ഒരുപാട് അങ്ങനെ ബലമൊന്നും കൊടുക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും ഈ ഒരു കൂട്ട് വെച്ചിട്ട്. നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ഇത് ക്ലീൻ ആയിട്ടുണ്ടെന്ന്. ഞാൻ അത്ര ശക്തിക്ക് ഒന്നും ഉരച്ച് കഴുകിയിട്ടൊന്നുമില്ല. നമ്മുടെ സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്ന ആ ഒരു രീതിയിലാണ് ഞാനിത് കഴുകിയെടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കൂട്ട് മറ്റൊന്നുമല്ല, ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്ന ചാമ്പലാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ നിലവിളക്കും പൂജാപാത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ കഴുകിക്കൊണ്ടിരുന്നത് ഈ ഒരു ചാമ്പൽ വെച്ചിട്ടാണ്. പിന്നെ ഈ ഒരു ചാമ്പൽ വന്നിട്ട് വിറകടുപ്പൊക്കെ ഉള്ള വീടുകളിലാണെന്നൊരിക്കൽ കിട്ടാനായിട്ട് പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വിറകടുപ്പൊന്നും ഉപയോഗിക്കാത്ത വീടുകളാണെന്നൊരിക്കൽ നമ്മുടെയൊക്കെ വീട്ടിൽ മുറ്റത്ത് വീഴുന്ന കരിയിലെല്ലാം അടിച്ചു വാരി കൂട്ടിയതിന് ശേഷം തീയിടുക. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഈ ഒരു ചാമ്പൽ നമുക്ക് കിട്ടും. അത് വന്നിട്ട് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുവാണെന്നൊരിക്കൽ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു ചാമ്പൽ വന്നിട്ട് നമ്മുടെ ചെടികൾക്ക്, പച്ചക്കറി കൃഷിയോ അതുപോലെ തന്നെ നമ്മുടെ സാധാ ചെടികളൊക്കെ ഉണ്ടെന്ന് വരിയിൽ അതിൽ നമുക്ക് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, വളരെ കുറച്ച് അളവിൽ മാത്രം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ വിമ്മും കൂടെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വിമ്മ് തന്നെ എടുക്കണം നിർബന്ധമില്ല. നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ സബീന ഒക്കെ ആണെന്നൊരിക്കൽ അത് ഉപയോഗിച്ചാലും മതിയാകും. അത് നിങ്ങൾ ഏതാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് യൂസ് ചെയ്യുക. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് കൈക്ക് അങ്ങനെ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അലർജിയൊക്കെ ഉണ്ടാകുന്നവരാണെന്നൊരിക്കൽ നമ്മൾ കയ്യിലൊരു ഗ്ലൗസ് ഉപയോഗിക്കുക. ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യുക. അങ്ങനെയാണെന്നൊരിക്കൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും
നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് കാണിച്ച ആ ഒരു വീഡിയോയുടെ ക്ലിപ്പും ഇപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു വീഡിയോയുടെ ക്ലിപ്പും കൂടി കാണുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ കൊണ്ട് വീട്ടിൽ തന്നെയുള്ള 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സ്വർണ്ണ കളറിൽ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് തുടച്ച് എടുക്കാം. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് തുടച്ച് മാറ്റണം. വെയിലത്തൊന്ന് വെച്ച് ഉണക്കണം നിർബന്ധമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കോട്ടൺ തുണിയോ അതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലപോലെ ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സ്വർണ്ണ കളറിൽ നമ്മുടെ പൂജാപാത്രങ്ങളെല്ലാം ഇവിടെ വെട്ടി തിളങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പുതിയ പാത്രമാണെന്നേ തോന്നുന്നു, അത്ര ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വന്നിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നൊരിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ അറിയാവുന്നവർ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ.